നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികളും PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കയറണം. ആ കാലം കഴിഞ്ഞു. മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയാണ് കേട്ടോ. കല്യാണത്തിന് പെണ്ണിനെ കിട്ടാതിരിക്കത്തില്ല, ചെറുക്കനെ കിട്ടാതിരിക്കത്തില്ല. നല്ല അഭിമാനമുള്ള ജോലിയാണ്. കാശുണ്ടെങ്കിൽ ഏതവനും കൊച്ചിനെ കൊണ്ടു തരും കേട്ടോ. ഒന്നീ സർക്കാർ ഉദ്യോഗത്തിൽ കയറണം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പെൻഷൻ കിട്ടി എങ്ങനെയൊക്കെ ജീവിച്ചു പോവാം, മരിച്ചു പോവാം, അവസാനം സന്തോഷമായിട്ട് പിരിയാം. എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ PSC ആഞ്ഞു പഠിച്ച് പരീക്ഷ എഴുതി എങ്ങനെയും കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ വകുപ്പിൽ ഞങ്ങളുടെ പരീക്ഷ എഴുതി, ഈ വകുപ്പിൽ ഞങ്ങളുടെ പരീക്ഷ എഴുതി, റാങ്ക് ലിസ്റ്റ് ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഒരു 950 പേരെ എടുത്താൽ ഞാനിവിടെ വരും, പിന്നെ 2500 പേരെ എടുത്താൽ ഞാനും വരും. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരികളും PSC പരീക്ഷ എഴുതി എങ്ങനെയെങ്കിലും സർക്കാർ ജോലി കയറണം. ആ കാലം കഴിഞ്ഞു. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മൾക്കൊരു വിഷൻ വേണം. പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരെ വിജയിക്കത്തുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. രണ്ടു തരത്തിലാണ്. ഒന്നീ സർക്കാർ ഉദ്യോഗത്തിൽ കയറണം എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, പെൻഷൻ കിട്ടി എങ്ങനെയൊക്കെ ജീവിച്ചു പോവാം, മരിച്ചു പോവാം, അവസാനം സന്തോഷമായിട്ട് പിരിയാം. പിന്നെ കയറിയാൽ പിന്നെ ഒരു കാര്യമുണ്ട്, കയറുന്നവരെയുള്ളൂ പ്രശ്നം. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മാറ്റും. എന്ന് വെച്ചാൽ പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത്ര കാര്യമൊന്നുമില്ല. അത് നാട്ടുകാർ സർക്കാരിന്റെ കാര്യം, അത് നടത്തിക്കൊള്ളും, ശമ്പളവും കിട്ടും. ഞാൻ ആദ്യം പോയി എന്റെ ഡയറക്ടറേറ്റ് ഇൻസ്പെക്ഷൻ നടത്തി മന്ത്രിയായപ്പോൾ. ചുമ്മാ ചെന്നപ്പോൾ പോയേക്കാന്ന് വിചാരിച്ചു. ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യം, എങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റും. കൃത്യം 10:30 ഞാൻ ചെന്നത്. എന്നുവെച്ചാൽ അരമണിക്കൂറിന്റെ കഴിഞ്ഞിട്ട് ചെന്നാൽ മതി വിചാരിച്ചു. കാരണം അരമണിക്കൂറിൽ ഇവരെല്ലാം വരണമല്ലോ. 50% ആളില്ല. അപ്പൊ ഓരോരുത്തരും വരാഞ്ഞതിനെ പറ്റി ഞാൻ ആദ്യം രജിസ്റ്റർ ബുക്ക് മേടിച്ചു. രജിസ്റ്റർ ബുക്ക് മേടിച്ചില്ലെങ്കിൽ കുഴപ്പമെന്ന് പറയുമ്പോൾ ആദ്യത്തിൽ നിന്ന് ഇവർ ആളുകൾ ഒപ്പിടും. എല്ലാവരുടെയും ഒപ്പ് അറിയാവുന്നവർ എല്ലാ ഒപ്പിലും ഉണ്ട്, അത് മനസ്സിലാക്കിക്കോളും. ഇത് ഭയങ്കര പരസ്പര സഹകരണ സംഘമാണ്. നമ്മൾ വിചാരിക്കുന്നതല്ല. ഇപ്പൊ ഒരു പഞ്ചായത്ത് ഓഫീസ് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും വിചാരിക്കും ഉദ്യോഗസ്ഥന്മാര്, പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ട്, 3-4 പേര് കാണുന്നില്ലെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ തോമസ് കുട്ടി ഇവിടെ പോയെന്ന് ചോദിച്ചാൽ തോമസ് കുട്ടി അപ്പുറത്തോട്ട് ഇപ്പൊ മൂത്രം ഒഴിക്കാൻ പോയതുള്ളൂ, 2 മിനിറ്റ് വരുന്നു. ആ ദിവസം വന്നതാണ്. പക്ഷെ തോമസ് കുട്ടി ഒപ്പ് കൃത്യമായി ആ തോമസ് കുട്ടി ഇടുന്നതിനൊക്കെ ഭംഗിയായിട്ട് അവിടെ ഇടാൻ ആളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആദ്യം രജിസ്റ്റർ ബുക്ക് മേടിച്ചു എല്ലാം പരിശോധിച്ചപ്പോഴാണ് 50% ആളിലൊന്ന് വന്ന് ഉപ്പിടും. നമ്മൾ ചെല്ലുമെന്ന് അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞ രാവിലെ തന്നെ ഇത് ഉപ്പിട്ട് ഭംഗിയാക്കിയത്. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഇതെല്ലാം കാരണങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. ഞാൻ ആരെ സസ്പെൻഡ് ചെയ്യാനൊന്നും പോയില്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ അവരെല്ലാം വിളിച്ച് വ്യക്തപരമായിട്ട് കാര്യം പറഞ്ഞു. നമ്മൾ ഈ സസ്പെൻഡ് ചെയ്താലൊന്നും നന്നാകുന്ന പോകുന്നില്ല, ട്രാൻസ്ഫർ ഇടുന്ന കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ജനങ്ങളുടെ നികുതിപ്പണം ശമ്പളമായിട്ട് മേടിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള പൈസ സർക്കാർ തരുന്നുണ്ട്, നിങ്ങളിവിടെ വരണം, 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് കഥകളിക്കും ഇവിടെ പ്രശ്നമില്ല, സംഘടനാ പ്രവർത്തനം നടത്തിക്കൂ, ആർക്കും ഔപദേശമില്ല, 2 മുദ്രാവാക്യം കൂടുതൽ വിളിച്ചു, ഒരു തർക്കവുമില്ല, പക്ഷെ ജോലി ചെയ്യണം. വലിയ കുഴപ്പമില്ലാതെ കുറച്ചു പേരൊക്കെ മാറി കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. വലിയ നമ്മൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ പാഞ്ഞുകൊണ്ട് ഇയാൾ വലിയ കുഴപ്പമില്ല, ഇവനൊരു പാവം പിടിച്ചവനാന്ന് തോന്നി മന്ത്രി എന്നൊക്കെ വിചാരിച്ച് ഞാൻ സ്നേഹത്തോടൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചു പേരൊക്കെ ഇപ്പൊ അതിനുശേഷം തിരക്കിയപ്പോൾ ജോലിക്കൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുകയാണ് ചെറുപ്പക്കാർ. കൊള്ളാം, തൈച്ചെറിയാൻ്റെ എത്ര ട്രാപ്പ് ചെയ്തറാണ്, വല്ലപ്പോഴും ഇയാൾ പോകത്തുള്ളൂ, നല്ല ജോലിയാണ്. എന്ന് വെച്ചാൽ ജോലി ചെയ്യാതെ ശമ്പളം കിട്ടുമെന്നൊരു തോന്നൽ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ PSC ആഞ്ഞു പഠിച്ച് പരീക്ഷ എഴുതി എങ്ങനെയും കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു മാതൃക ആയിട്ട് കാണുന്ന കാര്യം ചെയ്താൽ മതിയല്ലോ. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ യൂത്തിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അവര് ഭയപ്പെട്ട് നാട് വിടുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തൊഴിലൊന്നും കിട്ടത്തില്ല, എങ്ങനെങ്കിലും വിദേശത്ത് പോകണം. ഇപ്പൊ പഠിക്കാൻ ഒരു വിസ ഒക്കെ എടുത്ത് അവിടെ പോയി ഈ മണിക്കൂറിന് ജോലിയൊക്കെ ചെയ്തിട്ട് ആ ശമ്പളമൊക്കെ വാങ്ങിച്ച് പഠിച്ച് അവിടെ തന്നെ കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് അങ്ങനെ ജീവിക്കുക എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. കുറെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഈ പറയുന്ന കാര്യമൊന്നുമില്ല. അവിടെ ഞാൻ ചില രാജ്യങ്ങളിലൊക്കെ പോയപ്പോൾ ഞാൻ ഇവരെ കണ്ടായിരുന്നു. നമ്മൾ താമസ സ്ഥലത്തൊക്കെ ഈ പോയ പലരും ഉണ്ട് അവിടെ.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോരാൻ പെട്ടെന്ന് പറ്റത്തില്ല. കാരണം 10-40 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ അവിടെ നിന്നേ പറ്റൂ. അതുകൊണ്ട് അവിടെ കിടക്കുകയാണ്, ഭയപ്പെട്ട് ഓടുകയാണ്. ജീവിതത്തെ ഭയക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം. ജീവിതത്തിൽ സുഖമായി ജീവിക്കുന്ന ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ കേരളത്തെ പോലെ, ഞാൻ മറ്റൊന്നും പറയില്ല, കേരളത്തെ പോലെ ഇന്ത്യയിൽ ലോകത്ത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി വിജയിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു നാടും ഈ ലോകത്തില്ല എന്ന് ധൈര്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരം. പറയുന്നു, ചുമ്മാ പത്രക്കാരും ടി വിക്കാരും ഒക്കെ പറയുന്ന കാര്യമാണ്. ഇവിടെ അങ്ങ് വലിയ പ്രശ്നമാണ്, സംരംഭം തുടങ്ങാൻ പറ്റത്തില്ല. എവിടെ പ്രശ്നം? അങ്കമാലി വല്ല പ്രശ്നമുണ്ട്? സംരംഭം തുടങ്ങാൻ അമ്പവാലി വല്ല പ്രശ്നമുണ്ട്? ഗവൺമെന്റ് എല്ലാ ഫെസിലിറ്റീസും തരുന്നുണ്ട്. നൂതനമായ ആശയങ്ങൾ കണ്ടുപിടിക്കണം. ഒരു കറി പൗഡർ യൂണിറ്റ് ഒരു പാവപ്പെട്ട ഒരു ലക്ഷ്മിക്കുട്ടിയമ്മ തുടങ്ങി. ഉടനെ അപ്പുറത്ത് ഒരു 150 പേര് എല്ലാം കൂടി 150 കറി പൗഡർ യൂണിറ്റ് തുടങ്ങിയാൽ വിജയിക്കില്ല. കറി പൗഡർ യൂണിറ്റ് തുടങ്ങി നല്ല ലാഭമാണ്. എന്നാൽ പിന്നെ എല്ലാവരും കറി പൗഡർ യൂണിറ്റ് തുടങ്ങാം. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ രൂപീകരിക്കണം. അതിന് നമുക്ക് കഴിവുണ്ട്. നമ്മൾ നല്ല ഗവേഷണം നടത്തണം. നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരണം. ഈ മത്സ്യവുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ മേഖലയിൽ ഇപ്പം ജീവിക്കുന്നുണ്ട്. സംരംഭങ്ങൾ തുടങ്ങി സർക്കാരിന്റെ എത്രയോ സംരംഭങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറുപ്പക്കാരായ ആളുകളോട് പറയാനുള്ളത്, ധൈര്യമായി നല്ല വിദ്യാഭ്യാസമൊക്കെ മീൻ കച്ചവടം അഭിമാനമുള്ള ജോലിയാണ് കേട്ടോ. കല്യാണത്തിന് പെണ്ണിനെ കിട്ടാതിരിക്കത്തില്ല, ചെറുക്കനെ കിട്ടാതിരിക്കത്തില്ല. നല്ല അഭിമാനമുള്ള ജോലിയാണ്. കാശുണ്ടെങ്കിൽ ഏതവനും കൊച്ചിനെ കൊണ്ടു തരും കേട്ടോ. കായില്ലാത്തവൻ്റെ ഉള്ളൂ പിള്ളേരെ കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കിക്കോണം. അത് മീൻ കച്ചവടമാണെന്നൊക്കെ പറഞ്ഞൊക്കെ ചുമ്മാ കളിയാക്കുമെന്ന് ധരിക്കേണ്ടത്. ഏറ്റവും നല്ല കച്ചവടമാണ്. നിങ്ങൾ നോക്കൂ.